നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരുമിച്ച് നിൽക്കണമെന്ന് കെ.സി. വേണുഗോപാൽ. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം അവസാനിച്ചു. ഐക്യത്തിന് ആഹ്വാനം ചെയ്താണ് യോഗം അവസാനിച്ചത്. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ നേതാക്കൾ അവഗണിക്കുന്നുവെന്ന പരാതി യോഗത്തിന് മുന്നിൽ വന്നു. സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ തർക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചുമതല ഒഴിയുമെന്ന് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തെ അറിയിച്ചു. ഒരുമിച്ച് നിൽക്കണമെന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയകാര്യ സമിതി മാസം തോറും യോഗം ചേരണം, കൃത്യമായ കൂടിയാലോചനകൾ നടത്തണം, മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിതുരയിൽ ഗുളികയിൽ നിന്ന് മൊട്ടുസൂചി കിട്ടിയെന്ന പരാതി വ്യാജമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. ഗുളിക വിശദമായി പരിശോധിച്ച ശേഷമാണ് ആരോഗ്യവകുപ്പ് ഈ നിഗമനത്തിലെത്തിയത്. ഗുളികയ്ക്കുള്ളിൽ സൂചിയിരുന്ന ലക്ഷണമില്ലെന്നാണ് കണ്ടെത്തൽ. ഗുളിക കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട സ്ത്രീക്ക് എക്സ്റേ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇതേ ബാച്ചിലെ മറ്റു ഗുളികൾക്കും പ്രശ്നമില്ല. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് പരാതി നൽകി. മേമല ഉരുളുന്നു സ്വദേശി വസന്തയാണ് ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ശ്വാസമുട്ടലിനെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഡോക്ടർ കുറിപ്പടി പ്രകാരം ആശുപത്രി ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ഗുളികയ്ക്കുള്ളിൽ മുട്ടുസൂചി കണ്ടെത്തിയെന്നായിരുന്നു വസന്തയുടെ ആരോപണം. ഗേറ്റ് ദേഹത്ത് വീണ് 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മലപ്പുറം നിലമ്പൂർ മണ്ണോടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന വണ്ടൂർ സ്വദേശി സമീറിന്റെ മകൾ അയറയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ക്വാർട്ടേഴ്സിന്റെ ഗേറ്റ് കുട്ടിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 3 പേരെ ട്രെയിൻ തട്ടി, ഒരാൾ മരിച്ചു. മൃതദേഹം കണ്ടെത്തി. തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കരാട്ടിയിൽ 3 പേരെ ട്രെയിൻ തട്ടി. 2 പുരുഷന്മാരെയും 1 സ്ത്രീയെയുമാണ് ട്രെയിൻ തട്ടിയതെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞു. ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ചെറുതുരുത്തി സ്വദേശി രവിയാണ് മരിച്ചത്. 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ചേന്ദമംഗലം കൂട്ടക്കൊല. പ്രതി ഋതുവിന്റെ വീട് അടിച്ചു തകർത്ത വീട്ടുകാർ. ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിന്റെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു. പോലീസ് സംഭവ സ്ഥലത്തെത്തി. വീടിന് മുമ്പിൽ നിന്നും നാട്ടുകാരെ മാറ്റി. പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ സമയം ഋതുവിന്റെ അച്ഛനും അമ്മയും ബന്ധുവിന്റെ വീട്ടിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ചേന്ദമംഗലത്ത് നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. പെരേപ്പാടം കാട്ടുപറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇവരുടെ അയൽവാസിയാണ് ഋതു. ഇയാളുടെ ആക്രമണത്തിൽ ജിതിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ജിതിൻ നിലവിൽ ചേന്ദമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.